അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ വഹബീബിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹത്താൽ പരിശുദ്ധ ഖുർആനിലെ 56-ാം അധ്യായം സൂറത്തു അൽ വാഖിയയിലെ 1 മുതൽ 67 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലായി നാം പഠിച്ചു മനസ്സിലാക്കിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണാനന്തര ജീവിതത്തെ നിഷേധിക്കുന്ന ആളുകളോട് ഗൗരവമേറിയ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ആ ചോദ്യങ്ങൾ തുടരുന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് ആ ഭാഗങ്ങളിലേക്ക് പ്രവേശിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഫറഅയ്തുമുൽ മാഅ الذي تشربون أأنتم أنزلتموه من المزن أم نحن المنزلون لو نشاء جعلناه أجاجا فلولا تشكرون أفرأيتم النار التي تورون أأنتم أنشأتم شجرتها أم نحن المنشئون نحن جعلناها تذكرة ومتاعا للمقوين فسبح باسم ربك العظيم فلا أقسم بمواقع النجوم وإنه لقسم لو تعلمون عظيم إنه لقرآن كريم في كتاب مكنون لا يمسه إلا المطهرون تنزيل من رب العالمين. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത് അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ. അഫറഅയ്തും, നിങ്ങൾ കാണുന്നില്ലേ, നിങ്ങൾ കണ്ടിട്ടില്ലേ, അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അഫറഅയ്തും, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അൽ മാ അല്ലദീ, അൽ മാ വെള്ളം, അല്ലദീ തശ്റബൂൻ നിങ്ങൾ കുടിക്കുന്ന. ശരിബ യശ്റബു ശുർബൻ വശറാബൻ. അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ സംബന്ധിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ? അഅൻതും, നിങ്ങളാണോ, അൻസൽതുമൂഹു, അതിനെ ഇറക്കിയിട്ടുള്ളത്. അൻസല യുൻസിലു ഇൻസാലൻ, ഇറക്കുക. മിനൽ മുസ്നി, അൽ മുസ്നു ഹുവ സഹാബ്, മേഘം. മുസ്ന് എന്ന് പറഞ്ഞാൽ മേഘം. മേഘത്തിൽ നിന്ന് ആ വെള്ളം താഴോട്ട് ഇറക്കുന്നത് നിങ്ങളാണോ? അം നഹ്നുൽ മൂസിലൂൻ, അതല്ല നാമാണോ അത് നിങ്ങൾക്ക് ഇറക്കിത്തരുന്നത്? നാമാണോ അത് നിങ്ങൾക്ക് ഇറക്കിത്തരുന്നത്? ലൗ നശാഉ, നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ. ഷാഅ യശാഉ മശീഅ. ലൗ നശാഉ, നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ. ജഅൽനാഹു, നാം അതിനെ ആക്കുമായിരുന്നു. ജഅല എന്ന് പറഞ്ഞാൽ ആക്കുക.
യജഅലു ജഅലൻ, ജഅൽനാഹു ഉജാജൻ. ഉജാജ് എന്ന് പറഞ്ഞാൽ വൽ ഉജാജു മിനൽ മാഇ മഷ്തദ്ദത് മുലൂഹതു, അതികഠിനമായ ഉപ്പുള്ള അവസ്ഥക്കാണ് ഉജാജ് എന്ന് പറയാം. കൈപ്പേറിയത്, ഉപ്പുജലം. ലൗ നശാഉ, നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ജഅൽനാഹു ഉജാജൻ, അതിനെ ഉപ്പുജലമാക്കുമായിരുന്നു. ഫലൗ ലാ തഷ്കുറൂൻ, എന്നിട്ടും നിങ്ങൾ എന്താണ് നന്ദി കാണിക്കാത്തത്? ശക്കറ യഷ്കുറു ശുക്രൻ, ഫലൗ ലാ തഷ്കുറൂൻ. അപ്പോൾ ഈ 3 ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ വമ്പിച്ച ഒരു അനുഗ്രഹം എടുത്തു പറയുകയാണ്. മനുഷ്യർ കുടിക്കുന്ന വെള്ളം, സ്വഹീഹായ ഹദീസിൽ വന്നിട്ടുണ്ട്, ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന അനുഗ്രഹങ്ങളിൽ ഒന്ന്, നിങ്ങൾക്ക് ഞാൻ തണുത്ത വെള്ളം കുടിക്കാൻ തന്നില്ലേ എന്ന് അല്ലാഹു ചോദിക്കുമെന്നാണ്. മാത്രമല്ല ജീവജാലങ്ങളുടെ നിലനിൽപ്പ് പോലും വെള്ളത്തിൽ നിന്നാണ്. വജഅൽനാ മിനൽ മാഇ കുല്ല ശൈഇൻ ഹയ്യ്, ജീവനുള്ള എല്ലാറ്റിനെയും നാം വെള്ളത്തിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു. അപ്പോൾ വെള്ളം മനുഷ്യന് വളരെ പ്രധാനമാണ്. ജീവജാലങ്ങൾക്കൊക്കെ വെള്ളം വളരെ പ്രധാനമാണ്. മഴ പെയ്തിട്ടില്ലെങ്കിൽ എന്തു ചെയ്യും? അപ്പോൾ അതിൽ ഒന്നാമത്തെ അനുഗ്രഹമെന്ന് പറയുന്നത് ഈ വെള്ളം ഇങ്ങനെ നിരന്തരമായി മേഘത്തിലൂടെ, എവിടെയാണ് ഇതിൻ്റെ ഒരു സ്റ്റോറേജ്? അത് അത്ഭുതകരമല്ലേ? അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മഴ പെയ്യിപ്പിക്കുന്നു. സമുദ്രങ്ങളിൽ അല്ലാഹു വെള്ളം ഓൾറെഡി നിക്ഷേപിച്ചിട്ടുണ്ട്. മഴ പെയ്ത് കടലുണ്ടായതല്ല, മറിച്ച് ഭൂമിയെ സൃഷ്ടിക്കുമ്പോൾ തന്നെ അല്ലാഹു കടലിലും മറ്റും വെള്ളം നിക്ഷേപിച്ചിട്ടുണ്ട്. പിന്നീട് അതിനെ ഒരു ചാക്രികമായി ചില പ്രക്രിയകളിലൂടെ നിരന്തരമായി മേഘങ്ങളുണ്ടാകുന്നു, മഴ പെയ്യുന്നു, പിന്നീട് വെയിൽ വരുന്നു. ആ വെയിൽ എന്ന് പറഞ്ഞാൽ മഴ പെയ്യാൻ വേണ്ടിയുള്ളൊരു സംവിധാനമാണ്. വെയിലില്ലെങ്കിൽ മഴ പെയ്യൂല, വെയിലുണ്ടെങ്കിലേ മഴ പെയ്യുള്ളൂ. അപ്പോൾ സത്യത്തിൽ വെയിലെന്ന് പറയുന്നത് മഴയ്ക്ക് വേണ്ടിയുള്ളൊരു മുന്നൊരുക്കം തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ച സംവിധാനമാണ്. അപ്പോൾ ഈ മഴ പെയ്യലും മേഘങ്ങളുണ്ടാവലും ആ മേഘങ്ങൾ ഒരുമിച്ച് കൂട്ടലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഒരുപാട് സ്ഥലത്തത് പറഞ്ഞിട്ടുണ്ട്. അലം തറ അന്നല്ലാഹ യുസ്ജി സഹാബൻ സുമ്മ യുഅല്ലിഫു ബൈനഹു സുമ്മ യജ്അലുഹു റുകാമൻ ഫതറൽ വദ്ഖ യഖ്റുജു മിൻ ഖിലാലി. നിങ്ങൾ മേഘങ്ങളെ കണ്ടില്ലേ? അവിടെയും ഇവിടെയുമൊക്കെ ചെതറി നിൽക്കുന്നത് കാണാം. പിന്നെ അതെല്ലാം കൂടി ഒരുമിച്ച് കൂടുന്നത് കാണാം. പിന്നെ അതിനിടയിലൂടെ വെള്ളം പെയ്തിറങ്ങുന്നത് കാണാം. ആരാണ് ഈ സംവിധാനിച്ചത്? ഇങ്ങനെ ഒരു സംവിധാനം മനുഷ്യന് ചെയ്യണമെങ്കിൽ എത്ര സയൻറ്റിസ്റ്റുകൾ എത്ര കാലം മെനക്കെട്ട് ചെയ്യണം, എത്ര പണിക്കാരെ വെക്കണം, എത്ര കാലം ഇതിൻ്റെ ഗവേഷണം നടത്തണം ഇതേപോലെ ഒന്നായി കിട്ടാൻ. എന്നാൽ എന്തൊരു സംവിധാനമാണ് അള്ളാഹു ചെയ്തിട്ടുള്ളത്. അപ്പോൾ അള്ളാഹുവിൻ്റെ ചോദ്യം വളരെ പ്രസക്തമാണ്. അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോൾ നാം ചിന്തിക്കണമെന്നർത്ഥം. അൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി, മഴമേഘങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ചും മുസ്നി എന്ന് പറഞ്ഞാൽ മഴമേഘമാണ്, മഴമേഘങ്ങളിൽ നിന്ന് അതിനെ ഇറക്കുന്നത് നിങ്ങളാണോ? അം നഹ്നുൽ മുൻസിലൂൻ, അതല്ല നാമാണോ നിങ്ങൾക്കത് ഇറക്കിത്തരുന്നത്? മനുഷ്യൻ എന്ത് സംവിധാനം ചെയ്താലും ശരി, അല്ലാഹു സുബ്ഹാനഹു വ തആല അന്തരീക്ഷത്തിൽ മേഘങ്ങളിൽ വെള്ളം നിറച്ചിട്ടില്ലെങ്കിൽ, ഭാരമേറിയ മേഘങ്ങൾ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ആകാശലോകത്ത് വെള്ളത്തിൻ്റെ പർവ്വതങ്ങളുണ്ട് എന്നാണ് ഖുർആൻ പറയുന്നത്. ആലിപ്പഴത്തിൻ്റെ പർവ്വതങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഐസിൻ്റെ കഷ്ണങ്ങൾ വീഴുന്നത് എവിടുന്നാണ്? ഈ പർവ്വതത്തിൽ നിന്നാണ്. അപ്പോൾ പർവ്വത സമാനമായ മേഘങ്ങളുണ്ട് ആകാശലോകങ്ങളിൽ. അതിൽ നിന്നാണ് മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്, ആലിപ്പഴം വർഷിക്കുന്നത്, മഞ്ഞുണ്ടാകുന്നത്. ഈ സംവിധാനങ്ങളൊക്കെ അന്തരീക്ഷത്തിൽ അള്ളാഹു സംവിധാനിച്ചു. അത് നിങ്ങളാണോ ചെയ്തു വെച്ചത്, അതല്ല ഞാനാണോ എന്ന അള്ളാഹുവിൻ്റെ ചോദ്യത്തിൻ്റെ മുന്നിൽ മനുഷ്യന് എന്ത് മറുപടിയും ആണ് പറയാനുള്ളത്? അള്ളാഹുവേ നീ മാത്രമാണെന്ന് പറയാനല്ലാതെ മനുഷ്യന് നിർവാഹമില്ല. അപ്പോൾ വെള്ളം അതൊരനുഗ്രഹം. രണ്ടാമത്തത് ലൗ നശാഉ, നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ, ജഅൽനാഹു, അതിനെ നാം ആക്കുമായിരുന്നു, ഉജാജൻ, ഉപ്പുജലമാക്കുമായിരുന്നു. നമുക്കറിയാം സമുദ്രത്തിലെ വെള്ളം ഉപ്പുജലമാണ്. പക്ഷേ അതിൽ നിന്ന് നീരാവിയായി
പോയി പിന്നീട് മഴയായി വർഷിക്കുമ്പോൾ ആ മഴയിൽ ഉപ്പിൻ്റെ ഒരു ടേസ്റ്റുമില്ല. അള്ളാഹു അതിനെ മാറ്റിക്കളയുകയാണ്. അതേപോലെ തന്നെ സമുദ്രത്തിൻ്റെ തീരങ്ങളിലുള്ള കടപ്പുറങ്ങളിൽ പോലും ശുദ്ധജലം കിട്ടുന്ന സംവിധാനമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ച സംവിധാനമാണ്. ആ കിണറുകളിൽ ഉപ്പിൻ്റെ അംശം കാണാൻ കഴിയില്ല. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, രണ്ട് സമുദ്രങ്ങളെ മറജൽ ബഹ്റൈനി യൽതഖിയാൻ ബൈനഹുമാ ബർസഖുൻ ലാ യബ്ഗിയാൻ. ആ രണ്ട് ബഹ്ർ എന്ന് പറഞ്ഞാൽ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഹാദാ അദ്ബുൻ ഫുറാത്തുൻ സായിഗുൻ വഹാദാ മിൽഹുൻ ഉജാജ്. ഒന്ന് ശുദ്ധമായ വെള്ളമാണ്, മറ്റൊന്ന് ഉപ്പ് ജലമാണ്. പക്ഷേ ഇത് രണ്ടിനുമിടയിൽ ഒരു മറയുണ്ട്. അതുകൊണ്ട് ശുദ്ധവെള്ളം കിട്ടേണ്ടവർക്ക് ആ കിണറിൽ അള്ളാഹു ശുദ്ധമായ വെള്ളം നൽകും, അല്ലാത്തത് ഉപ്പ് ജലവും. സമുദ്രത്തിൽ നിന്ന് പോയാലും ശരി, നീരാവിയായി പോയാലും ശരി, പിന്നീട് വരുന്നത് ശുദ്ധമായ വെള്ളമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അതിനെ ഉപ്പുജലമാക്കുമായിരുന്നു. പക്ഷെ അങ്ങനെ ആക്കാതെ നിങ്ങൾക്ക് നല്ല വെള്ളം തരുന്നില്ലേ, ഫലൗലാ തശ്കുറൂൻ. എന്നിട്ടും എന്താണ് മനുഷ്യരെ നിങ്ങൾ നന്ദി കാണിക്കാത്തത്? ഇതെല്ലാം നൽകുന്നത് അള്ളാഹുവാണെന്നും മനുഷ്യരിൽ ഒരാൾക്ക് പോലും, ഒരു സയൻറ്റിസ്റ്റിനോ ഒരു യുക്തിവാദിക്കോ ഒരു മനുഷ്യനും അതിൽ യാതൊരു പങ്കുമില്ല എന്ന് നിങ്ങൾക്കറിയാം. എന്നിട്ടും എന്താണ് നിങ്ങൾ അള്ളാഹുവിനോട് നന്ദി കാണിക്കാത്തത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും. വീണ്ടും 71 ചോദിക്കുന്നു, അഫറഅയ്തും, നിങ്ങൾ കണ്ടിട്ടില്ലേ, അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, ആലോചിക്കുന്നില്ലേ, അന്നാറ, തീയെക്കുറിച്ച് ചിന്തിക്കുന്നില്ലേ? തീ അല്ലതി തൂറൂൻ, നിങ്ങൾ കത്തിച്ചുണ്ടാക്കുന്നത്. ഔറ യൂരി ഈറാൻ. ഔറ എന്ന് പറഞ്ഞാൽ കത്തിക്കുക. രണ്ട് പദാർത്ഥങ്ങൾ തമ്മിൽ ഉരസി തീയുണ്ടാക്കുന്നതിനാണ് അത് പറയുന്നത്. ഔറ യൂരി ഈറാൻ. നിങ്ങൾ ഉരസി കത്തിക്കുന്ന തീയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ? ഇന്നത്തെ പോലെ തീപ്പെട്ടിയോ കത്തിക്കുന്ന സിഗരറ്റ് ലൈറ്റുകളോ അതേപോലുള്ള കാര്യങ്ങളൊന്നുമില്ലാതിരുന്ന, ഗ്യാസ് ലൈറ്റുകളൊന്നുമില്ലാതിരുന്ന കാലഘട്ടത്തിൽ ഒരു തീയുടെ സ്റ്റാർട്ടിങ് എങ്ങനെ ഉണ്ടാക്കും? എങ്ങനെ തീ സ്റ്റാർട്ട് ചെയ്യും? അതൊരു സംഭവമാണല്ലോ. അപ്പോൾ അവർ കല്ലുകൾ തമ്മിൽ ഉരസി തീ ഉണ്ടാക്കുമായിരുന്നു. അതേപോലെ തന്നെ അറബികൾക്കിടയിൽ, അറേബ്യൻ നാടുകളിൽ ഉള്ള രണ്ട് പ്രത്യേക മരങ്ങളുണ്ടായിരുന്നു എന്നാണ്. ഈ മരങ്ങളുടെ പച്ചക്കൊമ്പുകൾ തമ്മിൽ ഉരസിയാൽ അതിൽ നിന്ന് തീയുണ്ടായിരുന്നു എന്നാണ്. അതിലേക്കുള്ള സൂചന ഇതിൽ നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കത്തിച്ചുണ്ടാക്കുന്ന, ഉരസി കത്തിക്കുന്ന തീയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അത്ഭുതകരമല്ലേ തീ എന്ന് പറയുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു, അഅൻതും, നിങ്ങളാണോ, അൻശഅ്തും ഷജറതഹ, ആ തീ ഉണ്ടാക്കുന്ന ആ മരത്തെ സൃഷ്ടിച്ചത്? അൻഷഅ യുൻഷിഉ ഇൻഷാഅൻ. അൻഷ എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുക. അതിൻ്റെ വൃക്ഷത്തെ നിങ്ങളാണോ ഉണ്ടാക്കിയത്? അതല്ല. അം നഹ്നുൽ മുൻഷിഊൻ, അതല്ല, നാം ആണോ ആ വൃക്ഷങ്ങൾ ഉണ്ടാക്കിയത്? അപ്പോൾ കത്തിക്കാൻ വേണ്ടി വിറകുകൾ ഉപയോഗിക്കുന്നു. പണ്ടുകാലം മുതൽക്കേ ഉപയോഗിക്കുന്ന ഇന്ധനം എന്ന് പറഞ്ഞാൽ വിറകാണ്. വിറക് കത്തിച്ചിട്ടാണ്. അപ്പോൾ പച്ചയായ വൃക്ഷത്തിൽ നിന്ന് ആ വൃക്ഷത്തെ ഉണക്കി അതിൽ നിന്ന് തീ കത്തിക്കാനുള്ള സംവിധാനം, അതാണ് ഒന്ന്. രണ്ടാമത്തത്, തഫ്സീറുകളിൽ കാണാം, അറബികൾക്കിടയിൽ മഷ്ഹൂറായ രണ്ട് വൃക്ഷങ്ങളുണ്ടായിരുന്നു. ആ രണ്ട് വൃക്ഷങ്ങളുടെ കൊമ്പുകൾ കൂട്ടി ഉരസിയാൽ തീ ഉണ്ടാകുമായിരുന്നു. അപ്പോൾ ഈ തീ ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുന്ന ഈ വൃക്ഷത്തെ, അല്ലെങ്കിൽ പൊതുവെ വൃക്ഷങ്ങൾ ഉണങ്ങിക്കഴിഞ്ഞാൽ അതെങ്ങനെയാണ് കത്തുന്നത്? എന്താണോ പ്രതിഭാസം? അത് കത്തണമെന്ന് ആരാ തീരുമാനിച്ചത്? ആരാണ് അതിനാ സ്വഭാവം നൽകിയത്? അത് അത്ഭുതകരമല്ലേ? അപ്പോൾ ഈ സംവിധാനവും ഈ തത്വങ്ങളുമൊക്കെ അതിൽ സംവിധാനിച്ചതാരാണ്? അഅൻതും അൻശഅ്തും ഷജറതഹ അം നഹ്നുൽ മുൻഷിഊൻ. അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, വലിൽ അറബി ഷജറതാൻ, അറബികൾക്ക് രണ്ട് വൃക്ഷമുണ്ട്. ഇഹ്ദാഹുമൽ മർഖു, ഒന്നിൻ്റെ പേര് മർഖ് എന്നാണ്.
വൽ ഉഖ്റ അൽ അഫാറു, രണ്ടാമത്തതിൻ്റെ പേര് അഫാർ എന്നാണ്. ഇദാ ഉഖിദ മിൻഹുമാ ഗുസ്നാനി അഖ്ദറാനി ഫഹുക്ക അഹദുഹുമാ ബിൽ ആഖർ തനാസറ മിൻ ബൈനിഹിമാ ശററുന്നാർ. ഇതിൽ നിന്ന് പച്ചയായ രണ്ട് കൊമ്പുകളെടുത്ത് ഉരച്ചാൽ അതിൽ നിന്ന് തീപ്പൊരികൾ ഉണ്ടാകുമായിരുന്നു എന്നാണ്. ആ തീപ്പൊരി ഉണങ്ങിയ പുല്ലിലേക്കിടുമ്പോൾ അത് കത്തും, പിന്നെ ബാക്കി വിറകുകളിട്ടിട്ട് അത് കത്തിക്കും. അപ്പം അങ്ങനെ തീ അവർ പ്രൊഡ്യൂസ് ചെയ്തിരുന്നു. ഈ പ്രൊഡക്ഷൻ ഇങ്ങനെ മരത്തിലുണ്ടാക്കിയതാരാണ്? നിങ്ങൾക്ക് കത്തിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കിയതാരാണ്? അള്ളാഹുവിൻ്റെ ചോദ്യം. നിങ്ങളാണോ അതിൻ്റെ വൃക്ഷത്തെ ഉണ്ടാക്കിയത്? അതല്ല. അം നഹ്നുൽ മുൻഷിഊൻ. നഹ്നു ജഅൽനാഹ, നാം അതിനെ ആക്കിയിരിക്കുന്നു. ഏതിനെ? തീയെ. നഹ്നു ജഅൽനാഹ, തീയെ നാം ആക്കിയിരിക്കുന്നു. തദ്കിറത്തൻ, ഒരു ഓർമ്മപ്പെടുത്തൽ. തീ ഒരു ഓർമ്മപ്പെടുത്തലാണ്. തദ്കിറ എന്ന് പറഞ്ഞാൽ ഓർമ്മപ്പെടുത്തുക. വമതാഅൻ, അതേപോലെ തന്നെ തീ ഒരു വിഭവമാണ്. ആർക്കുള്ള? ലിൽ മുഖ്വീൻ. മുഖ്വീൻ എന്ന് പറഞ്ഞാൽ അഖ്വാ യുഖ്വി ഇഖ്വാൻ. അഖ്വാ എന്ന് പറഞ്ഞാൽ ആവശ്യക്കാരൻ, ഫഖീർ, അല്ലെങ്കിൽ മുസാഫിർ, യാത്രക്കാരൻ. പ്രത്യേകിച്ച് അധികം വിഭവങ്ങളൊന്നുമില്ലാത്ത യാത്രക്കാരനാണ് മുഖ്വി എന്ന് പറയുന്നത്. അഖ്വ എന്ന് പറഞ്ഞാൽ ഒരാളൊരു യാത്ര ചെയ്യുക, ആ യാത്ര ചെയ്യുന്നതിനിടയിൽ ഒരു സ്ഥലത്ത് നിൽക്കുക, ആ സ്ഥലത്ത് ഒന്നും അവശേഷിക്കാതെ അയാൾ പോവുക, അതിനൊക്കെയാണ് അഖ്വ എന്ന് പറയുന്നത്. അഖ്വ അഷ്ഷഖ്സു എന്ന് പറഞ്ഞാൽ ഇഫ്തഖറ, ആവശ്യക്കാരനായി. അൽ മുഹ്താജീൻ, ആവശ്യക്കാർ, അല്ലെങ്കിൽ അവിൽ മുസാഫിരീൻ, യാത്രക്കാർ. അല്ലദീന ലാ സാദ മഅഹും വലാ മാല ലഹും, യാത്രക്കാരായ ആളുകൾക്ക് ഒരു വിഭവമാക്കി നാം അതിനെ മാറ്റില്ലേ എന്ന് പറഞ്ഞാൽ അക്കാലഘട്ടത്തിൽ വലിയ ദൂരങ്ങൾ യാത്ര ചെയ്യും. അങ്ങനെ രാത്രികളിലും മറ്റും അവർ തമ്പടിച്ച് എവിടെങ്കിലും നിൽക്കും. അപ്പോൾ അവർക്ക് ഭക്ഷണം പാചകം ചെയ്യണം. തീ എവിടെ നിന്നുണ്ടാക്കും? അപ്പോൾ അവർ ഈ മരം തേടി പോകും, അല്ലെങ്കിൽ ഉണങ്ങിയ കമ്പുകൾ തേടിപ്പോകും, എന്നിട്ട് തീ കത്തിക്കും. അപ്പോൾ യാത്രക്കാരായ ആളുകൾക്കൊരു വിഭവം, അതോടൊപ്പം ഹാദിറായ ആളുകൾക്കും തീ അത്യാവശ്യമാണ്. എങ്കിലും യാത്രക്കാർക്കാണ് അത് വളരെ അത്യാവശ്യമായിട്ടുള്ളത്. അങ്ങനെ ആ തീയെ ഒരു ഓർമ്മപ്പെടുത്തലും വമതാഅൻ ലിൽ മുഖ്വീൻ, യാത്രക്കാരായ ആളുകൾക്കുള്ള ഒരു വിഭവമാക്കി, അതേപോലെ തന്നെ ഹാദിറായ ആളുകൾക്കുള്ള ഒരു വിഭവമാക്കി അള്ളാഹു മാറ്റിയില്ലേ? അപ്പോൾ ഇവിടെ നഹ്നു ജഅൽനാഹ തദ്കിറത്തൻ, അതിനെ നിങ്ങൾക്ക് ഒരു ഓർമ്മയാക്കിയില്ലേ എന്ന് പറഞ്ഞത് നരകത്തിലെ തീയെ ഓർക്കാൻ ദുനിയാവിലെ തീ സഹായിക്കും എന്ന അർത്ഥത്തിലാണ്. കാരണം സ്വഹീഹായ ഹദീസിൽ വന്നിട്ടുണ്ട്. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്നു. നബി ഹുറൈറ റളിയല്ലാഹു അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇന്ന നാറക്കും ഹാദിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നിങ്ങളിപ്പോൾ കത്തിക്കുന്ന ഈ തീ, നിങ്ങളിപ്പോൾ കത്തിച്ചുകൊണ്ടിരിക്കുന്ന തീ, ഇന്ന നാറക്കും ഹാദിഹി ജുസ്ഉൻ മിൻ 70 ജുസ്അൻ മിൻ നാരി ജഹന്നം, നരകത്തിൻ്റെ 70 ഭാഗങ്ങളിൽ ഒന്ന് മാത്രമാണ്. അപ്പോൾ ഇന്ന് ഭൂമിയിൽ കാണുന്ന മൊത്തം തീയിൻ്റെ ചൂടാണ് പറയുന്നത്. ഭൂമിയിൽ ഒരു തീ ഏറ്റവും സ്ട്രോങ് ആവുന്നത് എപ്പോഴാണോ അതിൻ്റെ 69 കൂടി പ്ലസ് ആണ് നരകത്തിലെ തീ എന്നാണ്. സത്യത്തിൽ ഭൂമിയിലേക്ക് കൂടി അള്ളാഹു സൃഷ്ടിച്ചത് ഒറിജിനൽ തീ എന്ന് പറയുന്നത് നരകത്തിലെ തീയാണ്. ഭൂമിയിലേക്ക് വെള്ളം ചേർത്ത് തന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വദുരിബത് ബിൽ ബഹരി മറത്തൈൻ, ആ നരകത്തിലെ തീയെ കടലിൽ 2 അടി അടിച്ചു എന്നാണ് അള്ളാഹു, സമുദ്രത്തിൽ. വലൗലാ ദാലിക്, അള്ളാഹു അങ്ങനെ കടലിൽ മുക്കിയെടുത്ത് തന്നിട്ടില്ലായിരുന്നെങ്കിൽ മാ ജഅലല്ലാഹു ഫീഹാ മൻഫഅതൻ ലി അഹദിൻ, ഭൂമിയിലെത്തി ഒരാൾക്കും ഉപയോഗപ്പെടുത്താൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഒറിജിനൽ തീ നരകത്തിലെ തീയാണ്. അത് സമുദ്രത്തിൽ മുക്കിയിട്ട് അള്ളാഹു അതിൻ്റെ ശക്തി കുറച്ചിട്ട് നമുക്ക് തന്നതാണ്. 2 തവണ അടിച്ചു എന്നാണ്. ഈ ഹദീസ് സ്വഹീഹാണ്.
പല റിവായത്തിലും വന്നിട്ടുണ്ട്. സ്വീകാര്യയോഗ്യമായ ഹദീസാണ്. അള്ളാഹു എങ്ങനെയാണത് ചെയ്തതെന്ന് നമുക്കറിയില്ല. അപ്പോൾ റഹ്മാനായ റബ്ബ് ഭൂമിയിലേക്ക് തീ സംവിധാനിച്ചപ്പോൾ സമുദ്രത്തിൽ മുക്കിയെടുത്തിട്ടാണ് തന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇതിൻ്റെ കുറവ്. അപ്പോൾ ഒറിജിനൽ തീ ഇതിൻ്റെ 70 ഇരട്ടിയോളമുണ്ട്. ഇവിടുത്തെ തീ തന്നെ മനുഷ്യനൊരു തീപ്പൊട്ടിക്കൊള്ളി ഉരച്ച് കയ്യിൽ വെച്ചാൽ അതുപോലും മനുഷ്യന് താങ്ങാൻ പറ്റില്ല. തീ കത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കണൽ വന്നിട്ട് നമ്മുടെ ദേഹത്ത് വീണാൽ അവിടെ പൊള്ളും. അപ്പോൾ ഇത്രയും വലിയ ആ നരകത്തിൻ്റെ അവസ്ഥ എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതാണ് നഹ്നു ജഅൽനാഹാ തദ്കിറതൻ, ഈ തീ ഒരു ഓർമ്മപ്പെടുത്തലാണ്. അതോടൊപ്പം വമതാഅൻ ലിൽ മുഖ്വീൻ, ആവശ്യക്കാരായ ആളുകൾക്ക് ഭക്ഷണം പാചകം ചെയ്യാനുള്ള ഒരു വിഭവവുമാകുന്നു. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഈ പറഞ്ഞ അനുഗ്രഹങ്ങളൊക്കെ എടുത്തു പറഞ്ഞു. ഇതൊക്കെ അല്ലാഹു നിങ്ങൾക്ക് ചെയ്തു തന്നതാണ്. അതുകൊണ്ട് ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അദീം. ഫസബ്ബിഹ്, സബ്ബഹ യുസബ്ബിഹു തസ്ബീഹൻ. ഫസബ്ബിഹ്, പരിശുദ്ധിയെ വാഴ്ത്തുക. ബിസ്മി റബ്ബിക്കൽ അദീം, അത്യുന്നതനായ നിൻ്റെ രക്ഷിതാവിൻ്റെ നാമത്തെ പ്രകീർത്തിച്ചുകൊണ്ട് അവൻ്റെ പരിശുദ്ധിയെ നിങ്ങൾ വാഴ്ത്തുക. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഉന്നതമായ അസ്മാഉകൾ, അവൻ്റെ സിഫാത്തുകൾ, അതാണ് ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അദീം. അദീമായ, അദീം എന്ന് പറഞ്ഞാൽ ദുൽ അളമ, മഹത്വമേറിയവൻ, വലിപ്പമേറിയവൻ, വമ്പിച്ചതായ വിപുലമായ കഴിവുള്ളവൻ, അക്ബറായിട്ടുള്ളവൻ, അലിയായിട്ടുള്ളവൻ, അതാണ് അൽ അദീം. മഹത്വമേറിയവനായ നിൻ്റെ റബ്ബിൻ്റെ ഇസ്മുകൾ ഉപയോഗിച്ചുകൊണ്ട് അവൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുക. ഇവിടെ പ്രത്യേകം മുസ്ലിമീങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട്. പലരും തൗഹീദിൻ്റെ ആളുകൾക്ക് സംഭവിക്കാൻ പാടില്ല, തൗഹീദിൻ്റെ ആളുകൾക്ക് സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് അള്ളാഹുവിൻ്റെ അസ്മാഉകളെക്കുറിച്ച് ശ്രദ്ധയില്ലാത്ത അവസ്ഥ. ഞാനും നിങ്ങളും സ്വയം ചോദിക്കുക, അള്ളാഹുവിൻ്റെ എത്ര പേരുകൾ നമുക്കറിയാം? ഇപ്പോൾ തന്നെ നിങ്ങളോട് അള്ളാഹുവിൻ്റെ നിങ്ങൾക്കറിയാവുന്ന പേരുകൾ പറയൂ എന്ന് പറഞ്ഞാൽ എനിക്കും നിങ്ങൾക്കും എത്ര പേരുകൾ പറയാൻ കഴിയും? മുവഹിദുകൾ അള്ളാഹുവിൻ്റെ അസ്മാഉകൾ പഠിച്ചിരിക്കണം. ഓരോ ഇസ്മും തസ്ബീഹാണ്, ഓരോ ഇസ്മും തസ്ബീഹാണ്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിന് നല്ല നല്ല പേരുകളുണ്ട്. ഫദ്ഊഹു ബിഹാ, ആ പേരുപയോഗിച്ച് നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം എന്നാണ്. ശരിക്കും ദുആക്ക് ഉത്തരം കിട്ടാത്തതിൻ്റെ കാരണങ്ങളിലൊന്ന്, എല്ലാവരും അവരുടെ ആവശ്യം അങ്ങോട്ട് പറയാണ്, അള്ളാഹുവിനെ പുകഴ്ത്തുന്നേയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അള്ളാഹുവിനെ പുകഴ്ത്തുന്നത് പോലെ ഇഷ്ടമുള്ള വേറൊരു കാര്യമില്ല. പ്രശംസ ഇഷ്ടപ്പെടുന്നു അള്ളാഹു, കാരണം പ്രശംസ അർഹിക്കുന്ന ഒരേ ഒരാളേ ഉള്ളൂ, അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. മനുഷ്യൻ പ്രശംസ ഇഷ്ടപ്പെടരുത്, കാരണം അവൻ ദുർബലനാണ്, അവനേക്കാൾ ഹൈറായത് വേറെ ആളുണ്ടാവും. ആ ആളാണെങ്കിലോ അയാളേക്കാൾ ഹൈറായത് വേറൊരാളുണ്ടാവും, ആ ആളാണെങ്കിലോ അതിനേക്കാൾ ഹൈറായത് വേറൊരാളുണ്ടാവും. സൃഷ്ടികൾക്ക് ന്യൂനതകളുണ്ട്, സൃഷ്ടാവിന് ന്യൂനതല്ല. അതുകൊണ്ട് സൃഷ്ടാവിനെ എത്രയും പ്രശംസിക്കാം, എത്രയും പുകഴ്ത്താം, അത് കുറഞ്ഞു പോവുകയുള്ളൂ, കൂടുകയില്ല, കുറഞ്ഞു പോവുകയുള്ളൂ. അതുകൊണ്ട് അള്ളാഹുവിന് പ്രശംസ ഭയങ്കരമായ ഇഷ്ടമാണ്. അള്ളാഹുവിൻ്റെ അസ്മാഉകൾ എടുത്തു പറഞ്ഞുകൊണ്ട് ദുആ ചെയ്താൽ വേഗം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും. പക്ഷേ പലർക്കും അസ്മാഉകൾ അറിയില്ല. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഊഹു ബിഹാ, അള്ളാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്യുമ്പോൾ അസ്മാഉൽ ഹുസ്ന ഉപയോഗിച്ച് ദുആ ചെയ്യണം. സൂറത്തുൽ ഹശ്റിൽ അവസാനത്തെ കാണാം, ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു ആലിമുൽ ഗൈബി വശ്ശഹാദ ഹുവർ റഹ്മാനുർ റഹീം ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു അൽ മലിക്കുൽ ഖുദ്ദൂസുസ് സലാമുൽ മുഅ്മിനുൽ മുഹൈമിനുൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ സുബ്ഹാനല്ലാഹി അമ്മാ യുശ്രികൂൻ ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിറു ലഹുൽ അസ്മാഉൽ ഹുസ്നാ. നോക്കി, ഈ പേരൊക്കെ പറഞ്ഞിട്ട് പറയാണ് അള്ളാഹുവിന് വേറെയും ഒരുപാട് നല്ല നല്ല പേരുകളുണ്ട് എന്നാണ്.
ഈ നല്ല നല്ല പേരുകളൊക്കെ പഠിച്ചിട്ട് അള്ളാഹുവിന് തസ്ബീഹ് ചെയ്യണം. അതാണ് ഇവിടെ പറയുന്നത്, ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അദീം, മഹത്വമേറിയ നിൻ്റെ റബ്ബിൻ്റെ പേരുകൾ ഉപയോഗിച്ചുകൊണ്ട് അവൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുക. അപ്പോൾ ഈ പേരുകളൊക്കെ പഠിക്കണം. സുബ്ഹാനല്ലാഹി വബിഹംദി, സുബ്ഹാനല്ലാഹിൽ അദീം. തസ്ബീഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മഹത്വം പറയലാണ്, അവൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തലാണ്. തസ്ബീഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധനാണ്, അഥവാ ജനങ്ങൾ വിശ്വസിക്കുന്നത് പോലെ അല്ല അള്ളാഹു എന്ന് പറയലാണ്. ഉദാഹരണത്തിന്, ലം യലിദ്, അവൻ ജന്മം നൽകിയിട്ടില്ല. വലം യൂലദ്, അവൻ ജനിച്ചവനുമല്ല. അപ്പോൾ അത് പരിശുദ്ധിയെ വാഴ്ത്തുകയാണ്. കാരണം അള്ളാഹു ജന്മം നൽകിയിട്ടുണ്ട് എന്ന് വാദിക്കുന്നവരാണ് ക്രിസ്ത്യാനികൾ. അള്ളാഹുവിന് മകനുണ്ട്, അള്ളാഹുവിന് മക്കളുണ്ട്, അള്ളാഹു പിതാവാണ്. ഈസാ നബി ദൈവമാണ്, പക്ഷേ മകനാണ്. അള്ളാഹു പിതാവാണ്, പക്ഷേ ദൈവമാണ്. ഇങ്ങനെ അതാണ് ലം യലിദ്. അത് ക്രിസ്ത്യാനികൾക്കുള്ള മറുപടിയാണത്. ലം യലിദ് വലം യൂലദ്. ലാ തഖുദുഹു സിനത്തുൻ വലാ നൗം, അള്ളാഹുവിന് ഉറക്കവുമില്ല മയക്കവുമില്ല. അത് തസ്ബീഹാണ്. വലാ യഊദുഹു ഹിഫ്ളുഹുമ, ആകാശഭൂമികളെ സംരക്ഷിക്കൽ അള്ളാഹുവിന് ബുദ്ധിമുട്ടില്ല. അത് തസ്ബീഹാണ്. ആ തസ്ബീഹിൻ്റെ കൂടെ ഹംദ് കൂടി വരണം. അതെന്താണ്? സ്തുതികീർത്തനമാണ്, അത് സ്ഥാപിക്കലാണ്. തസ്ബീഹ് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല ഇങ്ങനെയല്ല അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറയലാണ് തസ്ബീഹ്. ഹംദ് എന്ന് പറഞ്ഞാലോ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറയലാണ്. അപ്പോൾ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല എന്നും ഇങ്ങനെയാണെന്നും പറയലാണ്. ശ്രദ്ധിക്കുക, അങ്ങനെയല്ല അതാണ് തസ്ബീഹ്, ഇങ്ങനെയാണ് അതാണ് ഹംദ്. അതാണ് ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അദീം. അള്ളാഹു അദീമാണ്, ഫസബ്ബിഹ്, അതുകൊണ്ട് അവൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുകയും അവൻ എന്താണോ അല്ലാത്തത് അതല്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുക. ഇങ്ങനെ റഹ്മാനായ റബ്ബിൻ്റെ മഹത്വം പറഞ്ഞുകൊണ്ട് അവൻ്റെ അസ്മാഉകളെ പ്രകീർത്തിക്കണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. സുബ്ഹാന റബ്ബുന, സുബ്ഹാന റബ്ബിയൽ അദീം, സുബ്ഹാന റബ്ബിയൽ അഅല എന്നൊക്കെ സുജൂദിലും റുക്കൂയിലുമൊക്കെ ചൊല്ലാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഇത്തരം ആയത്തുകൾ കൊണ്ടാണ് എന്നാണ്. അതുകൊണ്ട് നിരന്തരമായി സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം. നാവിൽ ഘനം കുറവാണെങ്കിലും അള്ളാഹുവിന് വലിയ ഇഷ്ടവും മീസാനിൽ ഒരുപാട് ഘനം തൂങ്ങുന്ന ദിക്റാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫലാ ഉഖ്സിമു ബിമവാഖിഇൻ നുജൂം. ഫലാ ഉഖ്സിം, ഞാൻ സത്യം ചെയ്തു പറയുന്നു. ഇവിടെ ലാ ഉഖ്സിം, ഞാൻ സത്യം ചെയ്യുന്നില്ല എന്നാണ് നേർക്ക് നേരെ അർത്ഥം കിട്ടുക. എന്നാൽ അതുകൊണ്ടുള്ള ഉദ്ദേശം ലാ, അങ്ങനെയല്ല, ഉഖ്സിമു, ഞാൻ സത്യം ചെയ്തു പറയുന്നു എന്നാണ്. അതുകൊണ്ടാണ് തഫ്സീറു അത്തൊബരിയിൽ കാണാം, ഫലാ ഉഖ്സിമു ഖാല ഉഖ്സിമു. ഫലാ ഉഖ്സിമു എന്ന് പറഞ്ഞാൽ ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്. അപ്പോൾ അവിടെ ലാ ഉഖ്സിമു സത്യം ചെയ്യുന്നില്ല എന്നല്ല, അത് പോസിറ്റീവായിട്ടുള്ള അർത്ഥമാണ്. ഉഖ്സിമു, ഞാൻ സത്യം ചെയ്യുന്നു. അപ്പോൾ അവിടെ ലാ ലാ അങ്ങനെയല്ല, ഉഖ്സിമു, ഞാൻ സത്യം ചെയ്തു പറയുന്നു. ഫലാ, അപ്പോൾ നിങ്ങൾ വിചാരിച്ചതുപോലെയല്ല, ഉഖ്സിമു. വഖാല ബഅ്ദു അഹ്ലിൽ അറബിയ്യ മഅനാ ഖൗലിഹി ഫലാ ഫലൈസൽ അംറു കമാ തഖൂലൂൻ. അറബികളിൽപ്പെട്ടവർ പറഞ്ഞു, ഫല എന്നതുകൊണ്ട് തുടങ്ങുന്നത് ഫലൈസൽ അംറു കമാ തഖൂലൂൻ, നിങ്ങൾ പറയുന്നത് പോലെയല്ല, എന്നിട്ട് പിന്നീട് സത്യം ചെയ്യണം. ഉഖ്സിമു, ഞാൻ സത്യം ചെയ്തു പറയുന്നു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫല ഉഖ്സിമു, ഞാൻ സത്യം ചെയ്തു പറയുന്നു, ബിമവാഖിഇൻ നുജൂം. മൗഖിഇൻ്റെ ജംആണ് മവാഖിഅ. നുജൂം എന്ന് പറഞ്ഞാൽ നജ്മിൻ്റെ ജംആണ് നുജൂം. നക്ഷത്രങ്ങൾ പതിക്കുന്ന സ്ഥലത്തെ ഞാൻ സത്യം ചെയ്തു പറയുന്നു. എന്താണ് മവാഖിഉൻ നുജൂം?
മുഫസ്സിരീങ്ങൾക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ട്. ഖുർആനിൻ്റെ മൻസിലുകളാണ്, മനാസിലുൽ ഖുർആനാണ് എന്നൊരഭിപ്രായമുണ്ട്. കാരണം നജ്മ് എന്ന വാക്കിന് ഗണ്ടശ എന്നർത്ഥമുണ്ട്. പാർട്ട് നജ്മ്, നുജൂം. അപ്പോൾ ആകാശലോകങ്ങളിലെ നക്ഷത്രങ്ങൾ അങ്ങനെ ഓരോന്നും വേറെ വേറെ ആയതുകൊണ്ടാണ് അതിനും ആ പേര് ആ നിലക്ക് ലഭിച്ചിട്ടുണ്ടാവുക. അപ്പോൾ നജ്മ് എന്ന വാക്കിന്, നുജൂം എന്ന വാക്കിന് പാർട്ട് എന്നർത്ഥമുണ്ട്. അതുകൊണ്ട് തന്നെ മവാഖിഉൻ നുജൂം എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ലൗഹുൽ മഹ്ഫൂളിൽ നിന്ന് ഖുർആനിനെ 1-ാമത്തെ ആകാശത്തേക്ക് ഇറക്കി. പിന്നീട് അവിടുന്ന് പാർട്ടാക്കിയിട്ട് ഓരോ ഭാഗവും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കൊണ്ടുവരികയാണ് ചെയ്തത്. ആ പാർട്ടായി വിഭജിക്കപ്പെട്ട സ്ഥലങ്ങൾക്കാണ് മവാഖിഉൻ നുജൂം എന്ന് പറയാം. മനാസിലുൽ ഖുർആൻ, ഖുർആനിൻ്റെ മൻസിലുകൾ. അതുകൊണ്ട് തന്നെ ഖുർആനിൽ നോക്കിയാലും എല്ലാ പ്രിൻ്റുകളിലുള്ള ചില പ്രിൻ്റുകളിൽ മൻസിൽ കാണാം. മൻസിൽ ഇത്രാമത്തെ മൻസിൽ. ചില ഖുർആനുകളിൽ അത് ഹിസ്ബായിട്ടാണുള്ളത്, ഹിസ്ബുകളായിട്ട് മൻസിലായിട്ടുള്ളതുണ്ട്. അപ്പോൾ അത് ഗണ്ടശാണ്. അത് അല്പാൽപമായി 23 വർഷം കൊണ്ട് 1-ാമത്തെ ആകാശത്തു നിന്നാണ് ഇറങ്ങിയത്. പക്ഷേ 1-ാമത്തെ ആകാശത്തേക്ക് ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയിൽ ഒറ്റ ദിവസമാണ് ഇറങ്ങിയത്. അത് ലൗഹുൽ മഹ്ഫൂളിൽ നിന്ന് 1-ാമത്തെ ആകാശത്തേക്ക് മൊത്തം ഖുർആൻ അവതരിപ്പിക്കും. പിന്നെ അതിൽ നിന്ന് ഓരോ സന്ദർഭമനുസരിച്ച് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കൊണ്ടുവന്നു. ആ ഖുർആൻ വിഭജിക്കപ്പെട്ട ആകാശലോകത്തിലെ സ്ഥലങ്ങൾക്കാണ് മവാഖിഉൻ നുജൂം എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചാണ് ഈ പറയുന്നത് എന്നാണ് ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത്. വഖാലു ഉൻസിലൽ ഖുർആനു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നുജൂമൻ മുതഫർരിഖ. വ്യത്യസ്ത ഗണ്ഡശകളായിട്ടാണ് പ്രവാചകന് ഖുർആൻ ഇറങ്ങിയത്, അതിനെക്കുറിച്ചാണ് പറയുന്നത് എന്ന് ചില പണ്ഡിതന്മാർ. എന്നാൽ ഇമാം മുജാഹിദ് റളിയല്ലാഹു അൻഹു പറയുന്നത് ബിമവാഖിഇൻ നുജൂം ഐ ഫിസ് സമാഇ വയുഖാലു മതാലിഉഹാ വമസാഖിതുഹാ. നക്ഷത്രം ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്ന സ്ഥലമാണ് ഉദ്ദേശം. പ്രത്യേകിച്ചും അസ്തമിക്കുന്ന സ്ഥലങ്ങൾ, നക്ഷത്രം അസ്തമിച്ചു പോകുന്ന സ്ഥലങ്ങൾ, അതാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. ഓരോ നക്ഷത്രത്തിനും അതിൻ്റേതായ ഉദയവും അതിൻ്റേതായ അസ്തമയവുമുണ്ട്. അതാണ് ഉദ്ദേശം. ഇതാണ് ഇബ്നു ജരീർ അത്ത്-തബരി തിരഞ്ഞെടുത്ത അഭിപ്രായം. ഇത് തന്നെയാണ് അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹിയും സൂചന നൽകിയത്. അപ്പോൾ മവാഖിഉൻ നുജൂം എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങൾ ആപതിക്കുന്ന, നക്ഷത്രങ്ങളുടെ അസ്തമയ സ്ഥാനങ്ങളെ കൊണ്ട് ഞാൻ സത്യം ചെയ്തു പറയുന്നു. അങ്ങനെ സത്യം ചെയ്തു പറയുമ്പോൾ സത്യം ചെയ്തു പറയുന്നതിനൊരു സബ്ജക്റ്റ് ഉണ്ടാവും. ഞാൻ സത്യം ചെയ്യുന്നു, ഇന്നതാണ് കാര്യം. അതിൻ്റെ കാര്യം എന്താണ്? ആ കാര്യം പറയുന്നതിന് മുമ്പ് അള്ളാഹു കാര്യത്തിൻ്റെ വലിപ്പമാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? വ ഇന്നഹു ലഖസമുൻ, തീർച്ചയായും അതൊരു വമ്പിച്ച സത്യമാണ്. ലൗ തഅലമൂന അദീം, ലൗ തഅലമൂന നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ, അദീമുൻ സത്യം ചെയ്ത് പറയാൻ പോകുന്ന വിഷയം അദീം വമ്പിച്ചൊരു കാര്യമാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം പറയുന്നു ഫലാ ഉഖ്സിമു ബിമവാഖിഉൻ നുജൂം, നക്ഷത്രങ്ങൾ ആപതിക്കുന്ന സ്ഥാനങ്ങളെ കൊണ്ട് ഞാൻ സത്യം ചെയ്തു പറയുന്നു. എന്നിട്ട് എന്താണ് വിഷയം എന്ന് പറയുന്നതിന് മുമ്പ് അതിൻ്റെ വലിപ്പാണ് പറയുന്നത്. ഇന്നഹു ലഖസമുൻ, ഈ ഒരു ഖസം സത്യം ചെയ്ത് പറയാൻ പോകുന്ന കാര്യം ലൗ തഅലമൂന, നിങ്ങൾ വിവരമുള്ളവരാണെങ്കിൽ, അദീം വമ്പിച്ചൊരു കാര്യമാണ് പറയാൻ പോകുന്നത്. ഇനിയാണ് അത് ഏതാണെന്ന് പറയുന്നത്. എന്താണ് പറയുന്നത്? ഇന്നഹു ലഖുർആനു കരീം, തീർച്ചയായും ഈ ഖുർആൻ മാന്യമായ ആദരവേറിയ ഒരു ഗ്രന്ഥമാകുന്നു. കരീം എന്ന് പറഞ്ഞാൽ നല്ലത്, മാന്യമായത്, മഹത്വമേറിയത്, ആദരവുള്ളത്. ഇന്നഹു ലഖുർആനു കരീം, ഈ ഖുർആനിനെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അത്രയും വലിയൊരു സത്യം ഇട്ടിട്ട് അല്ലാഹു പറയാണ്, നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ ഇതൊരു വമ്പിച്ച കാര്യമാണ്. ലോകത്തിലെ ഏറ്റവും വമ്പിച്ച വിഷയങ്ങളിലൊന്നാണ് ഖുർആൻ, പരിശുദ്ധ ഖുർആൻ. ഞാനും നിങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുന്ന, ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഖുർആൻ എന്ന് പറയുന്നത്, ഈ സദസ്സ് എന്ന് പറയുന്നത് അപാരമായ സദസ്സാണ്. അള്ളാഹുവിൻ്റെ കലാമല്ലേ നമ്മളീ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനേക്കാൾ വലിപ്പം വേറെന്തിനാണുള്ളത്? അള്ളാഹുവിന് എന്തൊരു വലിപ്പമാണോ ഉള്ളത്, അതേ വലിപ്പമാണ് ഖുർആനിന്. അള്ളാഹുവിൻ്റെ കലാമാണ്.
വമ്പിച്ച നിഅമത്താണ്, അതുല്യമായ അനുഗ്രഹമാണ്. ഇതിൻ്റെ ഒരു പാർട്ട് അള്ളാഹുവിൻ്റെ കയ്യിലാണ്. ഹബലുല്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കയറാണിതെന്ന്. ഈ കയറിനെ മുറുകെ പിടിച്ചാൽ റഹ്മാനായ റബ്ബിൻ്റെ അടുക്കലെത്താം. അങ്ങനെ പിടിച്ച് പോകണം. വമൻ യഅ്തസിം ബില്ലാഹ്, അള്ളാഹുവിനെ മുറുകെ പിടിച്ചാൽ ഫഖദ് ഹുദിയ ഇലാ സിറാത്തി മുസ്തഖീം, സിറാത്തുൽ മുസ്തഖീമിലേക്ക് പോകാം. വഅതസിമൂ ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖൂ, നിങ്ങളെല്ലാവരും അള്ളാഹുവിൻ്റെ കയറിനെ മുറുകെ പിടിക്കുക, നിങ്ങൾ ഭിന്നിച്ചു പോവല്ലേ. ആ ഹബിലാണ് ഖുർആൻ. ഇതിൻ്റെ ഒരറ്റം റബ്ബിൻ്റെ കയ്യിലാണ്. അത്രയും വലിയ കാര്യമാണ്. അള്ളാഹു പറയാണ്, വമ്പിച്ച കാര്യമാണ് ഖുർആൻ. ഇന്നഹു ലഖുർആനുൻ കരീം ഫീ കിതാബിൻ മക്നൂൻ. ഫീ കിതാബിൻ മക്നൂൻ, ഈ ഖുർആൻ ഉള്ളത് തന്നെ ഒരു കിതാബിലാണ്. ഫീ കിതാബിൻ, ആ കിതാബിൻ്റെ പ്രത്യേകത മക്നൂൻ, അത് ഭദ്രമായി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. കന്ന യകുന്നു, കന്നെന്ന് പറഞ്ഞാൽ സൂക്ഷിക്കുക. മക്നൂൻ, സുരക്ഷിതമാക്കപ്പെട്ട ഒരു കിതാബിലാകുന്നു ഈ ഖുർആനുള്ളത്. ഏതാണ് ആ കിതാബുൻ മക്നൂൻ എന്ന് പറഞ്ഞാൽ? കിതാബുൻ മക്നൂൻ ലൗഹുൽ മഹ്ഫൂദ്. ലൗഹുൽ മഹ്ഫൂദിനാണ് കിതാബുൻ മക്നൂൻ എന്ന് പറയുന്നത്. അള്ളാഹു പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതിൻ്റെ 50,000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ റെഡിയാക്കിയിട്ട് പേന ഉയർത്തിക്കഴിഞ്ഞു. റുഫിയാത്തിൽ അഖ്ലാം എന്നാണ്. ഇനി അതിലേക്ക് എഴുതൂലൊന്നും. വജഫത്തി സുഹുഫ്, അതിലെ ഏടുകളൊക്കെ ഉണങ്ങി, ഒന്നും എഴുതൂല. 50,000 വർഷം മുമ്പ് എഴുതി കഴിഞ്ഞു. പിന്നുള്ളതൊക്കെ കോപ്പിയിങ് ആണ്. കോപ്പിയിങ്. ഓരോ ലൈലത്തുൽ ഖദറിലും അത് കോപ്പി ചെയ്യപ്പെടുന്നുണ്ട്, മലക്കുകൾക്ക് കൊടുക്കുന്നത്. ഓരോ വർഷത്തെ കാര്യം അതിൽ നിന്ന് കോപ്പി ചെയ്യണം. വേദഗ്രന്ഥങ്ങൾ ഇറങ്ങുന്നത് ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ഒരു കോപ്പി കൊടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അതിൽ നിന്നൊരു പ്രിൻ്റ് എടുത്ത് കൊടുത്തു. നമ്മുടെ ആധുനിക ഭാഷയിൽ പറഞ്ഞാൽ ആ പേജുകൾ മാത്രം. മിനൽ ഫാത്തിഹ ഇലന്നാസ്, അങ്ങനെ തന്നെയാണ് ലൗഹുൽ മഹ്ഫൂദിലുള്ളത്. ഫാത്തിഹ മുതൽ നാസ് വരെയാണ് ലൗഹുൽ മഹ്ഫൂദിലുള്ളത്. അവിടുന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് കൊടുത്തിട്ട് ലൈലത്തുൽ ഖദറിൻ്റെ അന്ന് 1ാമത്തെ ആകാശത്തേക്ക് ഇറക്കിയതാണ്. പിന്നെ 1ാമത്തെ ആകാശത്തുനിന്ന് ആദ്യം തന്നെ ഇറങ്ങിയത് 96ാമത്തെ അധ്യായത്തിൽ നിന്നാണ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. അതുകൊണ്ടാണ് അതിനെ മുനജ്ജമൻ, അതല്ലെങ്കിൽ മുത്തഫർരിഖൻ എന്ന് പറഞ്ഞത്. ഖണ്ഡശയായി ഇറക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ ഫീ കിതാബിൻ മക്നൂൻ, ലൗഹുൽ മഹ്ഫൂളാണ്, ഭദ്രമാക്കപ്പെട്ട കിതാബാണ്. അതിൻ്റെ പ്രത്യേകത ലാ യമസ്സുഹു, അതിനെ സ്പർശിക്കുകയില്ല. അഥവാ ലൗഹുൽ മഹ്ഫൂദിനെ അല്ലെങ്കിൽ ലൗഹുൽ മഹ്ഫൂദിലെ ഖുർആനിനെ, രണ്ടും ശരിയാണ്. മസ്സ യമസ്സു മസ്സ. ലൗഹുൽ മഹ്ഫൂദ് സ്പർശിച്ചാലേ ഖുർആൻ സ്പർശിക്കാൻ പറ്റുള്ളൂ. ലാ യമസ്സുഹു, അതിനെ സ്പർശിക്കുന്നില്ല. ഇല്ലൽ മുതഹറൂൻ, പരിശുദ്ധി നൽകപ്പെട്ടവരല്ലാതെ. ത്വഹറ യതത്വഹറു തത്വഹുറൻ, മുതത്വഹിർ, മുത്തഹിർ, മുത്തഹർ, പരിശുദ്ധി നൽകപ്പെട്ടവൻ, ത്വഹാറയിൽ നിന്ന് വന്നതാണ്. ലാ യമസ്സുഹു, അതിനെ സ്പർശിക്കുകയില്ല. ഇല്ലൽ മുതഹറൂൻ, പരിശുദ്ധരാക്കപ്പെട്ടവരല്ലാതെ. എന്ന് പറഞ്ഞാൽ ലൗഹുൽ മഹ്ഫൂദിനെ സ്പർശിക്കുന്നത് മലക്കുകളാണ്. അതിലെ കിതാബിനെ സ്പർശിക്കുന്നത് മലക്കുകളാണ്. ഇനി അതിൽ നിന്ന് ഖുർആനിൻ്റെ കോപ്പി, വേദങ്ങളുടെ കോപ്പി, ബി ഐദി സഫറ കിറാമിൻ ബററ, ബി ഐദി സഫറ കിറാമിൻ ബററ, പുണ്യവാന്മാരായ മാന്യന്മാരായ സഫറത്തിൻ്റെ കൈകളിലാണ്. സഫറത്ത് എന്ന് പറഞ്ഞാൽ വഹീൻ്റെ വാഹകരായ മലക്കുകളാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കൂടെ ഉള്ളവരാണ്. അതുകൊണ്ടാണ് ഖുർആൻ നന്നായി പഠിച്ച ആൾക്ക് ഇവരുടെ കൂടെ സ്വർഗത്തിലാണെന്ന് പറഞ്ഞത്. അൽ മാഹിറു ബിൽ ഖുർആൻ, അൽ മാഹിറു ഫിൽ ഖുർആൻ മഅസ്സഫറത്തിൽ കിറാമിൽ ബററ, അൽ മാഹിറു ഫിൽ ഖുർആൻ മഅസ്സഫറത്തിൽ കിറാമിൽ ബററ. ഖുർആനിൽ നൈപുണ്യമുള്ള ഒരാൾ ഈ ഉന്നതരായ മലക്കുകളുടെയും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും കൂടെ ആയിരിക്കുന്നതാണ് സ്വർഗത്തിൽ. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയെ കാണൽ തന്നെ വമ്പിച്ചൊരു കാര്യമാണ്. 600 ചിറകുകളാണ്. 600 ചിറകുകൾ. ഓരോ ചിറകിലും മുത്തും പവിഴങ്ങളും ഇങ്ങനെ കൊഴിഞ്ഞു വീണുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ്. എത്ര വർണ്ണങ്ങളാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമക്കുള്ളത് എന്നറിയില്ല. മല്ലാഹു ബിഹി അലീം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പടച്ചറബിനറിയത് എന്തൊക്കെയാണ്.
അത്രയും വർണ്ണങ്ങളുള്ള മനോഹരമായ ഒരു കാഴ്ചയാണ്. അങ്ങനെയുള്ള ഓരോ മലക്കിനും ഡിഫറൻ്റായിട്ടുള്ള കളേഴ്സും ഭംഗിയൊക്കെ ഉണ്ടാവും. അവരുടെ കൂടെ ആയിരിക്കും എന്നാണ് ആര്? ഖുർആനിൽ നൈപുണ്യമുള്ള ആൾ. അപ്പോൾ അതുകൊണ്ട് ഖുർആനുമായിട്ടുള്ള നിരന്തരമായൊരു ബന്ധം. എന്താണ് ഖുർആനിലുള്ള മഹാറ എന്ന് പറഞ്ഞാൽ? അൽ മഹാറത്തു ഫിൽ ഖുർആൻ. ഖുർആനിലുള്ള മഹാറ എന്ന് പറഞ്ഞാൽ ഹിഫ്ലാക്കൽ മാത്രമാണോ? അല്ല, അതതിൻ്റെ ഏറ്റവും ഉയർന്ന ദർജയാണ്. ഒരാൾ ഫാത്തിഹ മുതൽ നാസ് വരെ ഹിഫ്ലാക്കുക എന്ന് പറഞ്ഞാൽ ദുനിയാവിലെ ഏറ്റവും വലിയ നിഅമത്തതാണ്. ദുനിയാവിലെ വമ്പിച്ച നിഅമത്താണത്. അള്ളാഹുവിൻ്റെ കലാമ് മുഴുവൻ ഹിഫ്ലാക്കുക, അല്ലെങ്കിൽ അതിൽ ഭാഗികമായി ഹിഫ്ലാക്കുക. എന്നാൽ ചിലർക്ക് ഹിഫ്ലാക്കാനുള്ള കഴിവുണ്ടാവില്ല. അവിടെ ഉലമാക്കൾ പറഞ്ഞാൽ എന്താണെന്നറിയോ? നിരന്തരമായൊരു കോണ്ടാക്റ്റ് ഉണ്ടായാൽ മതി എന്നാണ്. എന്ന് പറഞ്ഞാൽ എന്നും ഖുർആൻ ഓതുന്നൊരു മനുഷ്യൻ. അതുകൊണ്ട് തന്നെ ഒരുപാട് ഖത്മുകൾ അയാൾ തീർത്തിട്ടുണ്ടാവും. പക്ഷെ എവിടുന്ന് ചോദിച്ചാലും അദ്ദേഹത്തിന് കാണാതെ ഓതാൻ കഴിയില്ല. എത്രയോ കാലമായി ഓതുന്നു, പക്ഷേ കാണാതെ ഓതാൻ കഴിയില്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കതിന് കഴിവ് കൊടുത്തിട്ടില്ല. അവർക്കൊരു ബേജാറിൻ്റെ ആവശ്യമില്ല. അവർ നിരന്തരം ഖുർആൻ ഖത്മ് തീർക്കുന്നവരാണെങ്കിൽ, നിരന്തരം ഓതുന്നവരാണെങ്കിൽ അവരും ഈ അൽഹംദുലില്ലാ ഈ ഒരു സ്ഥാനം അവർക്കുണ്ടാകും. അപ്പോൾ ലാ യമസ്സുഹു ഇല്ലൽ മുതഹറൂൻ, അത് സഫറത്തിൻ്റെ മലക്കുകളാണ്. മാത്രമല്ല പിശാചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇത് എത്തിച്ചു കൊടുക്കുന്നത് എന്ന് മക്കയിലെ മുശ്രിക്കുകൾ വാദിച്ചു. അവർക്കുള്ള ഖണ്ഡനം കൂടിയാണത്. പിശാചുക്കൾക്ക് വമാ യംബഗി ലഹും വമാ യസ്തതിയൂൻ, അവർക്കതിന് കഴിയില്ല, അവർക്കത് അനുയോജ്യവുമല്ല. അപ്പോൾ പരിശുദ്ധരാക്കപ്പെട്ട മലക്കുകൾ, പരിശുദ്ധനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, റൂഹുൽ ഖുദ്സ് എന്ന് പറയപ്പെട്ടിട്ടുള്ള ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, അതിൽ നിന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു. മുസ്ലിമീങ്ങളെല്ലാം തൊഹൂറുള്ളവരാണ്. ഒരു മുഅ്മിൻ നജസാവില്ല എന്നാണ് റസൂൽ പറഞ്ഞത്. ഒരു മുഅ്മിൻ നജസല്ല. അതുകൊണ്ട് മുഅ്മിനുകൾക്ക് തൊടാം. പക്ഷേ അതേ സമയത്ത് ഈ ആയത്തിനെ വുളൂഓടുകൂടി തൊടുന്നതിൻ്റെ പ്രാധാന്യത്തിലേക്ക് പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുണ്ട്. കാരണം ലൗഹുൽ മഹ്ഫൂദിലെ കിതാബിന് അള്ളാഹു എത്ര ആദരവ് നൽകിയിട്ടുണ്ട്. ആ കിതാബ് തന്നെയാണ് നമുക്കിടയിലുള്ള ഖുർആൻ. അതുകൊണ്ട് മുസ്ഹഫ് തൊടുമ്പം വുളുവില്ലാതെ തൊടരുത്. വുളു എടുത്തിട്ടേ മുസ്ഹഫ് തൊടാൻ പാടുള്ളൂ. മുസ്ഹഫ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മെമ്മറി നിന്നൊക്കെ ഓതുമ്പോൾ വുളു വേണമെന്നില്ല. പക്ഷെ മുസ്ഹഫ് തൊടാൻ വുളു വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അല്ലാ യമസ്സൽ ഖുർആന ഇല്ലാ ത്വാഹിറുൻ, ശുദ്ധിയുള്ളവരല്ലാതെ ഖുർആൻ തൊടരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആ ഹദീസ് സഹീഹാണ്. ഇമാം മാലിക് അദ്ദേഹത്തിൻ്റെ മുവത്തയിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്. തൻസീലും മിർ റബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ രക്ഷിതാവിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥമാണ്. അപ്പോൾ ഖുർആനിൻ്റെ മഹത്വമാണ് അള്ളാഹു പറയുന്നത്. സൂറത്തുൽ വാഖിയയിൽ ഇത്രയും കാര്യങ്ങൾ പറയുകയും വിശദീകരിക്കുകയും ചോദിക്കുകയും ചെയ്തിട്ട് ഖുർആൻ്റെ വലിപ്പം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ ഖുർആനാണ് നമുക്ക് രക്ഷ നൽകുന്നത് എന്നാണ്. ഖുർആനെ മുറുകെ പിടിച്ചാൽ ഇൻഷാ അള്ളാഹ് ഇരു ലോകത്തും വിജയിക്കാൻ സാധിക്കും. അങ്ങനെ വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.